ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കട്ടിലാണ്. പൂർണ്ണമായിട്ടും വെള്ള ഒഴിവാക്കി വേണമെന്ന് കസ്റ്റമർ നമ്മളോട് പറഞ്ഞപ്പോൾ നമ്മൾ അതുപോലെ ചെയ്തു കൊടുത്തതാണ്. നമ്മൾ സാധാരണ കണ്ടുവരുന്നൊരു ടൈപ്പ് കട്ടിലിൽ നിന്ന് ചെറിയ വ്യത്യാസങ്ങൾ ഇതിലുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു 5 അടി കട്ടിലാണിത്. പക്ഷേ ഇത് നമുക്ക് ഇതിനുള്ളിൽ ബെഡിൻ്റെ അളവാണ് നമ്മൾ 5 അടി വെച്ചത്. ഈ പുറത്തേക്കുള്ള ഈ കാണുന്ന ഈ പ്രൊജക്ഷൻ ഒരു 4.5 ഇഞ്ച് പ്രൊജക്ഷൻ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ഒക്കെ 2 സൈഡിലും ഈ ഫ്രണ്ടിൽ ഒരു 4.5 ഇഞ്ച് പ്രൊജക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രൊജക്ഷന് വേണ്ടിയിട്ട് കട്ടിലിൻ്റെ 2 സൈഡിലേക്ക് എക്സ്ട്രാ നമ്മൾ ലെങ്ത്ത് ഫ്രണ്ടിലേക്കും ലെങ്ത്ത് കൂട്ടിയിട്ടുണ്ട്. സാധാരണ കട്ടിലിനെക്കാട്ടിലും കുറച്ചുകൂടി സൈസ് ഈ കട്ടിലുണ്ടാവും. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഒരു പിൻട്രസ്റ്റ് മോഡലായിരുന്നു. കസ്റ്റമർ ഇത് പിൻട്രസ്റ്റിൽ നിന്നാണ് നമുക്ക് ഇതിൻ്റെ മോഡൽ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ മാക്സിമം നമ്മളും അതിന് സമാനമായിട്ട് നമ്മൾ ചെയ്യാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. മാക്സിമം അതുപോലെ തന്നെ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ട് മൊത്തം ഒരു ഗ്രൂ ഡിസൈനിങ് ഉണ്ട്. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒരു ബർഫി കട്ടിങ് എന്ന് പറയുന്നത് ബർഫി കട്ടിങ്ങിൻ്റെ ഗ്രൂ ഡിസൈനിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ടോപ്പ് ഭാഗത്ത് കൊടുത്തിട്ടുള്ള ഈ ചട്ടത്തിൻ്റെ സൈഡ് ടാപ്പറാണ് ചെയ്തിട്ടുള്ളത്. ഒരു 3/4 ഇഞ്ച് വിസിൻ്റെ ടാപ്പറാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ അടിഭാഗം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിലൊരു ഗ്രൂ പോകുന്നുണ്ട്. എനിക്ക് ശരിക്കും ശ്രദ്ധിച്ചാൽ അറിയാം, ഇതിലൊരു ഗ്രൂ ഉണ്ട് പോകുന്നുണ്ട്. ഇത് ഈ കട്ടിലിൻ്റെ ഭംഗി ഒന്നും കൂടി എലിവേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ എഡ്ജസൊക്കെ വരുന്നത് ഇങ്ങനെ കർവ് ചെയ്തിട്ടാണ്. ഇങ്ങനെ ഇതുപോലെ തന്നെ കർവ് ചെയ്തിട്ടുള്ള ഒരു എഡ്ജാണ് 2 സൈഡും വരുന്നത്. അതുപോലെ തന്നെ മേലെ കൊടുത്ത് ചട്ട ഇതുപോലെ തന്നെ കർവ് ചെയ്തിട്ടാണ് വരുന്നത്. ഈ ഗ്രൂവും ഈ ടാപ്പറുമാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഈ കട്ടിലിൻ്റെ. പിന്നെ കസ്റ്റമർ നമ്മളോട് പറഞ്ഞത് പൂർണ്ണമായിട്ടും വെള്ള ഒഴിവാക്കിയിട്ട് നല്ല കാതൽ തന്നെ ചെയ്യണം എന്നാണ് നമ്മൾ കസ്റ്റമർ നമുക്ക് പറഞ്ഞിട്ടുള്ള ഒരു ഓർഡർ എന്ന് പറഞ്ഞത്. അത് നമ്മൾ മാക്സിമം നമ്മൾ നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതിൻ്റെ ലെഗ് എവിടെയാണെന്നുള്ളത്. ഇതിൻ്റെ ലെഗ് ഒരു ഫാൻസി ലെഗാണ്. നമ്മൾ സാധാരണ കട്ടിലിൽ കണ്ടുവരുന്നത് പോലത്തെ ലെഗല്ല ഇതിന് വരുന്നത്. ഇതിന് ഒരു വ്യത്യസ്തമായ രീതിയിലായിട്ട് ഒരു ലെഗാണ് വരുന്നത്. കണ്ടാലറിയാം. ഇത് ഒരു 50 ഡിഗ്രി 45 ഡിഗ്രി അല്ലെങ്കിൽ 50 ഡിഗ്രി ചരിഞ്ഞിട്ടാണ് ഇതിൻ്റെ കായ വരുന്നത്. ഇതുപോലെ ഇവിടെ ഒരു ഹോൾസ് ഉണ്ട്. ഈ ഹോൾസിലേക്ക് ഈ കാണുന്ന ഭാഗം ഇവിടെ നമ്മളത് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വളരെ ചെറിയ ഒരു ലെഗാണ് ഇതിൽ വരുന്നത്. ഓൾമോസ്റ്റ് ഒരു 10 ഇഞ്ച് മാക്സിമം 11 ഇഞ്ച് മാത്രമേ തറയിൽ നിന്ന് ഈ കട്ടിൽ ഉയർന്ന് നിൽക്കത്തുള്ളൂ. ഇതിൻ്റെ ഈച്ച് ആൻഡ് എവറി കോർണർ നമ്മൾ മോൾഡ് ചെയ്തിട്ടുണ്ട്, ഉരുട്ടിയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, എല്ലാ കോർണറും നമ്മൾ ഉരുട്ടി നല്ല ഇതിൻ്റെ ഹെഡ് ബോർഡ് വരുന്നത് പൂർണ്ണമായും കുഷൻ ചെയ്തിട്ടാണ് നമുക്കിതിൻ്റെ ഹെഡ് ബോർഡ് നമ്മൾ സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്.